സ്വർണത്തിൽ നിന്നും കിട്ടുന്ന ആദായമാണ് ഈ മൂലധന വിപണിയിൽ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, ഷെയറുകളിൽ ഒക്കെ നടത്തുന്ന നിക്ഷേപത്തേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. സ്വർണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നഷ്ടം ഉണ്ടാകുകയേയില്ല. കാരണം ഇതിന് എപ്പോഴും ഇതിൻ്റെ മൂല്യം ഇങ്ങനെ വർദ്ധിച്ചു നിൽക്കും. ഡോളറിൻ്റെ മൂല്യത്തിനും ഡോളറിൻ്റെ വിശ്വാസ്യതയ്ക്കും ഡോളറിൻ്റെ സ്വീകാര്യതയ്ക്കും വലിയ ഇടിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ ബോണ്ടിലേക്കുള്ള നിക്ഷേപം എന്ന നിലയിലും ഓഹരി വിപണിയിലേക്കുമൊക്കെ ഈ അങ്ങോട്ട് പോയ നിക്ഷേപം തിരിച്ചൊഴുകും. അതോടുകൂടി സ്വർണ്ണത്തിൻ്റെ വില കുറയും. മകളുടെ വിവാഹം നടക്കുന്ന സമയത്ത് ആഭരണത്തിനായി അധികം പണം ചെലവഴിക്കുന്നതിന് പകരം നമ്മളൊക്കെ പലരോടും പറയുകയൊക്കെ ചെയ്യുന്നത് ഗോൾഡ് കോയിൻസ് വാങ്ങാനാണ്. ഗോൾഡ് കോയിൻസ് അല്ലെങ്കിൽ ഗോൾഡ് ബാർ വാങ്ങുക. നമ്മുടെ സ്വർണ്ണ വിപണിയിൽ ഒരുപാട് മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിക്കടി വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണം എന്ന് പറയുന്നത് ഒരു പിടികിട്ടാപ്പുള്ളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ മഹാരാജാസ് കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് HOD ആയ സന്തോഷ് ടി വർഗീസ് ഉണ്ട് നമ്മളോടൊപ്പം. നമസ്കാരം സാർ. സാർ, ഇപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഒരു പിടികിട്ടാപ്പുള്ളിയായി സ്വർണ്ണവില അല്ലെങ്കിൽ സ്വർണം മാറിയിരിക്കുകയാണ്. സ്വർണ്ണവില ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നവരും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷത്തിലേക്ക് എത്താൻ ഇനി ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളൊക്കെ ഉള്ളൂ. എന്താണ് ഇപ്പം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ സ്വർണ്ണവില കൂടുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ സ്വർണം എന്ന് പറയുന്നത്, സ്വർണത്തിലുള്ള നിക്ഷേപം എന്ന് പറയുന്നത് ഈ മിച്ചമുള്ള സമ്പാദ്യം സുരക്ഷിതമായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പൊതുവെ സ്വർണത്തിൽ പണം ചിലവഴിക്കുന്നത്. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഇടത്തരക്കാരും ഒക്കെ സ്വർണം ആഭരണം എന്ന നിലയിലും വാങ്ങാറുണ്ട്. എന്നാൽ കൂടി ഇപ്പോൾ ഈ വന്നിട്ടുള്ള ഈ വില വർധനവിന് പ്രധാന കാരണം സ്വർണത്തെ ഒരു നിക്ഷേപ മാർഗമായി കാണുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവർ വലിയ രീതിയിൽ സ്വർണം വാങ്ങിച്ചു കൂട്ടുന്നു. അപ്പോൾ ഇങ്ങനെ സ്വർണം വാങ്ങുന്നവർ യഥാർത്ഥത്തിൽ വ്യക്തികൾ മാത്രമല്ല, അതിസമ്പന്നരായിട്ടുള്ള വ്യക്തികൾ മാത്രമല്ല. പ്രധാനമായും ഈ വലിയ വർധനവിന് കാരണമായി വന്നത് വലിയ ഫണ്ടുകളുണ്ട്, മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അത് സ്വർണത്തിൽ മാത്രം നിക്ഷേപിക്കുന്ന ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുണ്ട്. അവയും അതോടൊപ്പം തന്നെ ലോകത്തിലുള്ള ഈ കേന്ദ്ര ബാങ്കുകളുണ്ടല്ലോ, ഇപ്പോൾ റിസർവ് ബാങ്ക് പോലെ മറ്റു രാജ്യങ്ങളിലൊക്കെയുള്ള സെൻട്രൽ ബാങ്കുകൾ, അവരുടെ ഒരു കരുതൽ ധനശേഖരണം എന്ന നിലയിൽ വലിയ രീതിയിൽ സ്വർണം വാങ്ങിച്ചു കൂട്ടുകയാണ്. യഥാർത്ഥത്തിൽ ഈ രീതിയിൽ ഈ മ്യൂച്വൽ ഫണ്ടുകളും സ്വർണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളും വിവിധ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകളും ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ കാണുകയും അത് വലിയ രീതിയിൽ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് ഒരു വളരെ പെട്ടെന്ന് ഒരു ഡിമാൻഡ് ഈ സ്വർണത്തിനുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ വില ഇങ്ങനെ കുത്തനെ കുതിച്ചു കയറുന്നത്. യഥാർത്ഥത്തിൽ സമ്പദ് വ്യവസ്ഥയിൽ എപ്പോഴൊക്കെയാണോ പ്രതിസന്ധി ഉണ്ടാകുന്നത്, ആ സമയത്താണ് ഈ സുരക്ഷിത നിക്ഷേപ മാർഗ്ഗങ്ങൾ ഏതാണെന്ന് അന്വേഷിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാകുന്നത്. സമ്പദ് വ്യവസ്ഥ അഭിവൃദ്ധിപ്പെടുകയും നല്ല രീതിയിൽ പോവുകയും ചെയ്യുകയാണെങ്കിൽ കൂടുതലും ഈ നിക്ഷേപങ്ങളെല്ലാം സമ്പദ് വ്യവസ്ഥയിലായിരിക്കും നിക്ഷേപിക്കുക, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപം ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള നിക്ഷേപമായിരിക്കും നടത്തുക. പക്ഷേ സമ്പദ് വ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇങ്ങനെ രൂപം കൊണ്ട് നിൽക്കുകയാണ്. നമുക്കറിയാം, ഡോളർ നേരിടുന്ന പ്രതിസന്ധി, ലോകത്തിലെ വിവിധ സമ്പന്ന രാജ്യങ്ങൾ നേരിടുന്ന ഫ്രാൻസിലടക്കം ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ്. അതുപോലെ ജപ്പാനിലടക്കം വലിയ രാജ്യങ്ങളിലെല്ലാം തന്നെ കടബാധ്യത വർദ്ധിക്കുകയാണ്. അപ്പോൾ സർക്കാരുകൾ വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപിക്കാൻ കഴിയില്ല. അപ്പം പിന്നെ ഈ മിച്ചമുള്ള സമ്പാദ്യം, അതിഭീമമായിട്ടുള്ള ഒരു മിച്ച സമ്പാദ്യമുണ്ട്, അതെങ്ങോട്ട് നിക്ഷേപിക്കും? അങ്ങനെ വരുമ്പോഴാണ് ഇവർ ആലോചിക്കുന്നത് ഒരു സുരക്ഷിത നിക്ഷേപ മാർഗം എന്ന രീതിയിൽ ഒരു ഹെഡ്ജ് ഫണ്ട്, ഒരു ഹെഡ്ജിങ് എന്ന നിലയിൽ ഇവർ സ്വർണത്തെ കാണുകയും വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നു. അതാണ് പ്രധാനമായും ഈ സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് കാരണമായി വന്നിട്ടുള്ളത്. ഈ സ്വർണ്ണം ഒരു നല്ല നിക്ഷേപമാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നെഗറ്റീവ് വശം എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു പ്രശ്നം എന്താണ്? സ്വർണം യഥാർത്ഥത്തിൽ ഒരു നല്ല നിക്ഷേപം എന്ന നിലയിലാണ് പൊതുവെ നിക്ഷേപകരും സാമ്പത്തിക ശാസ്ത്രജ്ഞരും എല്ലാം തന്നെ അങ്ങനെയാണ് കാണുന്നത്. കാരണം നമുക്കറിയാമല്ലോ, സ്വർണത്തിൻ്റെ ലഭ്യതയ്ക്ക് ഒരു വലിയ പരിമിതിയുണ്ട്. ആ പരിമിതി തന്നെയാണ്, ആ ലഭ്യതയുടെ ഒരു പരിമിതിയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വില ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നതിന് കാരണമായിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, സ്വർണത്തിൻ്റെ മറ്റ് ചില സവിശേഷതകൾ കൂടി സ്വർണം വാങ്ങി വെക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ആഭരണം എന്ന രീതിയിൽ ഉപയോഗിക്കാം, അത്ര വേഗമൊന്നും അതിന് തേയ്മാനമോ അതിന് മൂല്യക്കുറവോ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും പലരും പറയുന്നുണ്ട് 2005 സ്വർണത്തിന് ഇത്ര വില ഉണ്ടായിരുന്നുള്ളൂ, 2015 വരുമ്പം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, 2025 ആയപ്പോൾ ഇത്രയായി, അപ്പോൾ കുറച്ച് മുന്നേ മേടിച്ച് കൂട്ടി വെക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ 2025 നമ്മൾ
1,00,000-അടുത്തായി സ്വർണം. ഏതാനും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അങ്ങനെ ആകുമെന്നാണ് നമുക്ക് വിപണിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പം ആ ഒരു രീതിയിലേക്ക് ഇപ്പം നമ്മൾ കുറേ സ്വർണം വാങ്ങി വെക്കുന്നത് ഭാവിയിൽ നമുക്കതൊരു ബുദ്ധിപരമായ ഒരു തീരുമാനമാകൂ? യഥാർത്ഥത്തിൽ നമ്മൾ ഇത് വലിയ രീതിയിൽ ഈ താരതമ്യമായിട്ടുള്ളൊരു കണക്കുകൾ ഈ മേഖലയിൽ നിൽക്കുന്നവരൊക്കെ നടത്താറുണ്ട്. നമ്മൾ ഒരു 10 വർഷം മുമ്പ് 1,00,000 രൂപ സ്വർണം വാങ്ങാൻ മാറ്റിവെച്ചു എന്ന് കരുതുക. അതോടൊപ്പം തന്നെ ആ 1,00,000 രൂപ തന്നെ നമ്മുടെ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചു എന്നും സങ്കല്പിക്കുക. അപ്പോൾ ഇത്തരം കണക്കുകളൊക്കെ തന്നെ ഈ സ്വർണ്ണ വിപണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ എല്ലാം പഠനങ്ങളിലും അവരുടെ എല്ലാം വിലയിരുത്തലിലും കാണുന്നത് സ്വർണത്തിലുള്ള ആ നിക്ഷേപമാണ് മെച്ചപ്പെട്ട റിട്ടേൺസ്, ആദായം ഏത് കാലയളവിലായാലും, അത് 10 വർഷ കാലയളവായാലും കഴിഞ്ഞ 15 വർഷത്തെ കാലയളവായാലും കഴിഞ്ഞ 25 വർഷത്തെ കാലയളവ് എടുത്ത് പരിശോധിച്ചാലും സ്വർണത്തിൽ നിന്നും കിട്ടുന്ന ആദായമാണ് ഈ മൂലധന വിപണിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയറുകളിൽ ഒക്കെ നടത്തുന്ന നിക്ഷേപത്തേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. അപ്പം കൃത്യമായിട്ടുള്ള ചില കണക്കുകൾ തന്നെ വേണമെങ്കിൽ എനിക്ക് ആ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് കഴിയും. ഇപ്പോൾ 10 വർഷം മുമ്പ് 2,00,000 രൂപ നിക്ഷേപിച്ചത് സ്വർണത്തിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 7,30,000 രൂപയായിട്ട് വർദ്ധിക്കും. എന്നാൽ ഓഹരി വിപണിയിലായിരുന്നുവെങ്കിൽ അത് കേവലം 6,94,000 രൂപയായിട്ട് മാത്രമേ വർദ്ധിക്കുന്നുള്ളൂ. അപ്പോൾ തൊട്ട് മുകളിലാണ്. അപ്പം ഓഹരി വിപണിയിൽ നിന്ന് എന്ത് നേട്ടമാണോ ഒരു ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ലഭിക്കുക, അതിനേക്കാളും കൂടുതലാണ് സ്വർണത്തിലുള്ള ഒരു ആദായം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപ മാർഗ്ഗമാണ്. പക്ഷേ എന്നാൽ ഓഹരി വിപണിയിൽ ഇത് എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല. വലിയ രീതിയിൽ വില കുറഞ്ഞേക്കാം, വലിയ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ സ്വർണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നഷ്ടം ഉണ്ടാകുകയേയില്ല. കാരണം ഇതിന് എപ്പോഴും ഇതിൻ്റെ മൂല്യം ഇങ്ങനെ വർദ്ധിച്ച് നിൽക്കും. പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ലഭ്യത പരിമിതപ്പെട്ടതാണ്, ലിമിറ്റഡാണ് ഇതിൻ്റെ ലഭ്യത. അതാണ് ഇതിൻ്റെ ഒരു സുപ്രധാനമായ കാരണം. മാത്രവുമല്ല ലോകത്തിലെ കേന്ദ്ര ബാങ്കുകളല്ല, ഇപ്പോൾ നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെ കരുതൽ ധനശേഖരമുണ്ട്. വിശേഷിച്ച് ഈ വിദേശ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് അതിൻ്റെ 13-14% സ്വർണ്ണമാണ്. ഇതുപോലെ തന്നെയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും കാര്യത്തിൽ. ചൈനയുടെ കാര്യത്തിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഈ കേന്ദ്ര ബാങ്കുകളും സ്വർണം വാങ്ങി സൂക്ഷിച്ചു വെക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ വില കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. സുരക്ഷിത നിക്ഷേപമാണ് സ്വർണം. ഈ അമേരിക്കയുടെ നയങ്ങൾ ഇപ്പം ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷം പ്രത്യേകിച്ച് താരിഫിൽ കൊണ്ടുവരുന്ന നയങ്ങളൊക്കെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെയും ഒപ്പം സ്വർണ്ണവിലയും അങ്ങനെ പല പല കാര്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ സ്വർണ്ണവില ആ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആ നയങ്ങൾ ഏത് രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത്? തീർച്ചയായും അതൊരു സ്വർണ്ണവിലയെ വലിയ രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. കാരണം ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി ഈ ഇറക്കുമതി ചുങ്കം എല്ലാ രാജ്യങ്ങളുമായിട്ടുള്ളത് വർദ്ധിപ്പിച്ചു. അങ്ങനെ വന്നപ്പം അത് മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയുമായിട്ട് ദീർഘകാലമായിട്ട് സൗഹൃദത്തിലുണ്ടായിരുന്ന കാനഡ, യൂറോപ്പിലെ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ എല്ലാം തന്നെ വലിയ രീതിയിൽ പരിഭ്രാന്തിയിലാവുകയും അവരെല്ലാം തന്നെ അവരുടെ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. വ്യാപാര രംഗത്ത് വലിയ പ്രതിസന്ധി രൂപം കൊണ്ടു. ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ ട്രംപ് ഈ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് അമേരിക്കയുടെ ഏതാണ്ട് ഒരു ശരാശരി ചുങ്കം എന്ന് പറയുന്നത് 2.5 മുതൽ 3% വരെയായിരുന്നു. ഇപ്പോൾ അത് 18% മുകളിലാണ്. അപ്പോൾ എന്ന് വെച്ചാൽ വ്യാപാരത്തെ അത് വലിയ രീതിയിൽ ബാധിച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു 50 വർഷത്തെ കാര്യം എടുത്തു നോക്കുമ്പോൾ ഡോളറിന് ഏറ്റവും കൂടുതൽ വില കുറഞ്ഞ ഒരു വർഷം എന്ന നിലയിൽ ഈ 2025 മാറുകയാണ്. കഴിഞ്ഞ ഈ 50 വർഷത്തെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ 11% ഡോളറിൻ്റെ മൂല്യം കുത്തനെ ഇടിയുന്നത്. അതങ്ങനെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഡോളറിൻ്റെ മൂല്യത്തിനും ഡോളറിൻ്റെ വിശ്വാസ്യതയ്ക്കും ഡോളറിൻ്റെ സ്വീകാര്യതയ്ക്കും വലിയ ഇടിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാനഡ അമേരിക്കയുമായിട്ട് വളരെ സൗഹൃദമുണ്ടായിരുന്ന രാജ്യമാണ്. ബ്രിട്ടൻ എന്ന് പറയുന്നത് സാമ്പത്തിക ചരിത്രകാരന്മാർ ബ്രിട്ടൻ തന്നെയാണ് അമേരിക്ക എന്ന നിലയിലാണ് വിലയിരുത്തുന്നത്. വെസ്റ്റേൺ യൂറോപ്പ് വെസ്റ്റേൺ ഓഫ് ഷൂട്ട് എന്ന നിലയിലാണ് അമേരിക്കൻ ഭൂഖണ്ഡത്തെ സാമ്പത്തിക ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ തന്നെയാണ് അമേരിക്ക. കാരണം ബ്രിട്ടനിൽ നിന്നും ഈ പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നും കുടിയേറിയവരാണ് അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ളവർ. അത്ര ഒരു അടുത്ത ബന്ധമുള്ളവരായിരുന്നു. പക്ഷേ അവരൊക്കെ തന്നെ ഇപ്പോൾ അകന്നു പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡോളറിൻ്റെ വിശ്വാസ്യത, ഡോളറിൻ്റെ സ്വീകാര്യത വലിയ രീതിയിൽ കുറഞ്ഞു. അത് അങ്ങനെ വരുമ്പോൾ അപ്പം ഡോളറായിരുന്നു ഇതുവരെ ആൾക്കാർ ഒരു നിക്ഷേപം എന്ന രീതിയിൽ വാങ്ങി വെച്ചിരുന്നത്. 1977 ഒരു കണക്കെടുത്ത് നോക്കുമ്പം 1977 85% ഈ റിസർവ്സ് ആയിട്ട് വെച്ചിരുന്നത്, കരുതൽ നിക്ഷേപം എന്ന രീതിയിൽ വെച്ചിരുന്ന ഡോളറിനെയായിരുന്നു. ഇപ്പോൾ അത് 55%-ലേക്ക് കുറഞ്ഞു. പക്ഷേ ഡോളറിൻ്റെ പ്രാമുഖ്യം പോവുകയാണ്. അപ്പോൾ പിന്നെ ഇനി എവിടെ നിക്ഷേപിക്കും? നിക്ഷേപിക്കാനൊരു മാർഗ്ഗമില്ല. നമുക്കറിയാമല്ലോ ലോകത്തിൽ വലിയ രീതിയിലുള്ള
ഒരു സമ്പാദ്യ മിച്ചമുണ്ട്, ഒരു വലിയ സമ്പാദ്യ മിച്ചമുണ്ട്. ഈ സമ്പാദ്യ മിച്ചം എവിടെ നിക്ഷേപിക്കും? ഒന്നുകിൽ ഡോളറിൽ നിക്ഷേപിക്കാം, അല്ലെങ്കിൽ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാം. ഓഹരി വിപണി ഈ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ഓഹരി വിപണിയിലേക്ക് പോകുന്നില്ല. ഡോളറിൻ്റെ പ്രതിസന്ധി വന്നതോടുകൂടി മറ്റു മാർഗ്ഗങ്ങൾ തേടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഡോളറിൻ്റെ പ്രതിസന്ധിയും ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നുണ്ട്. ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ സ്വർണ്ണവിലയ്ക്ക് അതായത് 1000 രൂപ 2000 രൂപയുടെ കുറവല്ലാതെ വലിയൊരു ഇടിവിലേക്ക്, അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു 50,000-ന് താഴേക്ക് എന്തെങ്കിലും സ്വർണ്ണവില പോകാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? യഥാർത്ഥത്തിൽ അത് ആ സാധ്യത നമുക്ക് ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ ചില കണക്കുകൾ തന്നെ പറയാം. 1979 ഒരു ഔൺസ് സ്വർണത്തിന് $226 വില. പക്ഷേ 2006 ആകുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ 1988 ആകുമ്പോൾ അത് $480 വർദ്ധിച്ചു. അപ്പോൾ ഒരു വലിയ വർധനവാണ്. പക്ഷേ 2002 ആകുമ്പോഴത്തേക്കും അത് ഏതാണ്ട് പകുതിയോളം അങ്ങ് കുറയുകയാണ്, 278 കുറഞ്ഞു. പിന്നീട് ആ 200കളിൽ 300-ന് താഴെ എന്ന നിലയിലായിരുന്നു 2006 വരെ പോയത്. അപ്പോൾ ഇതിങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു ചിത്രം നമുക്ക് ഈ സ്വർണ്ണവിലയുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ കുറയുകയും കൂടുകയും ചെയ്യുന്നത്? സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുകയാണെങ്കിൽ, ലോകത്തുള്ള ഈ സമ്പന്ന രാജ്യങ്ങളിലും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലുമൊക്കെയുള്ള സമ്പദ് വ്യവസ്ഥ അഭിവൃദ്ധിപ്പെടുകയാണെങ്കിൽ സ്വർണ്ണത്തിലുള്ള താല്പര്യം കുറയും. സ്വർണ്ണത്തിലേക്ക് പോയ ആ നിക്ഷേപം മുഴുവൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് തിരിച്ചു വരും. അങ്ങനെ വരുമ്പോൾ സ്വർണ്ണത്തിൻ്റെ വില കുറയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ 1 ലക്ഷത്തിന് അടുത്ത് വന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ഔൺസിന് $4000 എന്ന നിലയിൽ നിൽക്കുന്ന ഈ സ്വർണത്തിൻ്റെ ആ വില സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്താൽ സർക്കാരിൻ്റെ ബോണ്ടിലേക്കുള്ള നിക്ഷേപം എന്ന നിലയിലും ഓഹരി വിപണിയിലേക്കുമൊക്കെ ഈ അങ്ങോട്ട് പോയ നിക്ഷേപം തിരിച്ചൊഴുകും. അതോടുകൂടി സ്വർണ്ണത്തിൻ്റെ വില കുറയാം. ഇതാണ് നമ്മൾ മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഈ വില കുറയാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻസ് ഈ സ്വർണം മേടിച്ചു കൂട്ടുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ്. അതൊരു അസറ്റായിട്ട് കണ്ടിട്ട് അതിനെ ഇങ്ങനെ മേടിച്ചു കൂട്ടും. ശരിക്കും ഈ സ്വർണം എന്ന് പറയുന്നത് നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട ഒരു തലമാണ്. കാരണം സ്വർണ്ണത്തിലുള്ള നിക്ഷേപം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു നിക്ഷേപം ഉൽപ്പാദനപരമാകുന്നത് ആ നിക്ഷേപം നടത്തിയാൽ അത് അവിടെ നിന്ന് പിന്നീട് ഏതെങ്കിലുമൊക്കെ വഴിയിൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് തിരിച്ചൊഴുകിയെത്തണം. അങ്ങനെ സമ്പദ് വ്യവസ്ഥയിലെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെയുള്ള നിക്ഷേപങ്ങളെയാണ് നമ്മൾ ഉൽപ്പാദനപരമായ നിക്ഷേപം എന്ന് പറയുന്നത്. പക്ഷേ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിലോ, ആഭരണമാണെങ്കിൽ നമ്മളത് വാങ്ങി വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ഇനി അതല്ല, സ്വർണ്ണത്തെ നിക്ഷേപമായിട്ട് കണ്ട് വാങ്ങുന്നവരുണ്ട്. ഗോൾഡ് കോയിൻസ് വാങ്ങുന്നവരുണ്ട്, ഗോൾഡ് ബാറുകൾ വാങ്ങുന്നവരുണ്ട്, പിന്നെ ഈ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഉണ്ട് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടുകളാണ്. പക്ഷേ ഗോൾഡിൻ്റെ അടിസ്ഥാനത്തിലാണ്. 1 ഗ്രാം സ്വർണം വാങ്ങുന്നതിന് പകരം നിങ്ങൾ ആ ഗോൾഡ് ETF-ൽ പോയിട്ട് ഒരു ഓഹരി വാങ്ങിയാൽ മതി. 1 ഗ്രാം സ്വർണം വാങ്ങിച്ചതിന് തുല്യമായിട്ട് അത് കൂട്ടിക്കോളും. അപ്പോൾ സ്വർണം വാങ്ങുന്നു, എന്നാൽ സുരക്ഷിതമായി ഒരു കടലാസിലിരിക്കും. അപ്പോൾ അതൊന്നും തന്നെ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഒഴുകിയെത്തിയല്ല. മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ കുറച്ചുകൂടി ഒരു സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഉൽപ്പാദന രംഗത്തേക്ക് അത് ഒഴുകിയെത്തണമെന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ നിക്ഷേപം ഉൽപ്പാദനപരമല്ലാതെയായിട്ട് മാറും. എന്നാൽ അതേസമയം ഇതേ നിക്ഷേപം ഓഹരി വിപണിയിലേക്കാണ് പോയിരുന്നതെങ്കിൽ കമ്പനികളുടെ ഓഹരി വില വർദ്ധിക്കും. അതോടുകൂടി കമ്പനികൾക്ക് മൂലധനം സ്വരൂപിക്കാനുള്ള സാധ്യത കൂടും. അപ്പോൾ അങ്ങനെ മൂലധനം കൂടുതൽ സ്വരൂപിക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയും പുതിയ ഉൽപ്പാദനം നടത്തുകയും പുതിയ പ്ലാന്റ് തുടങ്ങുകയോ പുതിയ ഉൽപ്പന്നം വികസിപ്പിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും സാമ്പത്തിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുമായിരുന്നു. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്, ഉൽപ്പാദനപരമല്ലത്. പക്ഷേ എങ്കിൽ കൂടി ഇപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഉൽപ്പാദനപരമല്ല എങ്കിൽ കൂടി സമ്പദ് വ്യവസ്ഥയ്ക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ ഫലമായിട്ട് വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് അങ്ങോട്ട് പോയില്ലെങ്കിൽ കൂടി വേറെ ഒരു രീതിയിലും സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇത് വരുമായിരുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. കാരണം സമ്പദ് വ്യവസ്ഥയിലേക്ക് ഈ പണം നിക്ഷേപം ഒഴുകിയെത്തണമെങ്കിൽ ഒരു ഡിമാൻഡ് കൂടുന്നു എന്ന് കാണുമ്പോൾ മാത്രമേ സമ്പദ് വ്യവസ്ഥയിലേക്ക് പണം ഒഴുകിയെത്തുള്ളൂ. എപ്പോഴാണ് ഒരു ബിസിനസ്സുകാരൻ ഒരു പുതിയ നിക്ഷേപം നടത്തുന്നത്? എപ്പോഴാണ് ഒരു ബിസിനസ്സുകാരൻ അവരുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നത്? ഡിമാൻഡ് ഉണ്ട് എന്ന് കാണുമ്പോഴല്ലേ. ഡിമാൻഡ് ഉണ്ട് എന്ന് കാണുമ്പോൾ മാത്രമേ ഏതൊരു ബിസിനസ്സുകാരനായാലും ഏതൊരു വ്യാപാരിയായാലും വ്യവസായി ആണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയുള്ളൂ. അപ്പം നമുക്കറിയാമല്ലോ, ഈ ഉത്സവ സീസണൊക്കെ വരുമ്പോൾ നമ്മൾ കടയിലൊക്കെ ആളെ കൂടുതൽ നിർത്തും. കാരണം കച്ചവടം കൂടും. അപ്പോൾ ആ കച്ചവടം കൂടുമെന്ന് കാണുമ്പോൾ മാത്രമേ ഒരു വ്യവസായി ആയാലും വ്യാപാരി ആയാലും അവരുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുകയുള്ളൂ.
അപ്പോൾ അത് ഉണ്ടാകുന്നില്ല എന്നാണെങ്കിൽ ഇനി സ്വർണത്തിൻ്റെ വില കുറഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കുക, സ്വർണത്തിലേക്ക് പോവില്ല, പക്ഷെ തിരിച്ച് ഇങ്ങോട്ടും വരത്തില്ല, സമ്പദ് വ്യവസ്ഥയിലേക്ക് അത് വരില്ല. അത് വേറെ ഏതെങ്കിലുമൊക്കെ വഴിയിൽ പോകും, അല്ലെങ്കിൽ അത് ഡോർമെൻ്റായിട്ട് ഇങ്ങനെ വേറെ ഏതെങ്കിലുമൊക്കെ അത് സമ്പദ് വ്യവസ്ഥയിൽ വരില്ല, സ്വർണത്തിലേക്കും പോവില്ല, വേറെ അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ റിയൽ എസ്റ്റേറ്റിലേക്കൊക്കെ ഒരു കാലത്ത് ഇത് പോയിരുന്നത്. അങ്ങനെയുള്ള ഒരു വലിയ സമ്പാദ്യം ആൾക്കാരുടെ കയ്യിലുണ്ടെന്ന് കാണുമ്പോഴാണ് ഈ പല തട്ടിപ്പുകളൊക്കെ വരുന്നത്. ഇപ്പം പല രീതിയിലുള്ള തട്ടിപ്പുകളിലേക്കൊക്കെ ആൾക്കാർ പോകുന്നതിൻ്റെ കാരണം ഈ വലിയ സമ്പാദ്യം മിച്ചമുണ്ട്, ഇതെന്ത് ചെയ്യും, ഇതെവിടെ നിക്ഷേപിക്കും? ബാങ്കിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പലിശയല്ലേ കിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ഈ വലിയ ഓഫറൊക്കെ വെച്ചിട്ട് ഓരോ തട്ടിപ്പുകാരൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയേക്കാം, റിയൽ എസ്റ്റേറ്റിലേക്ക് പോയേക്കാം, വേറെ ഏതെങ്കിലുമൊക്കെ മാർഗ്ഗങ്ങളിലേക്ക് പോകാം, അതല്ലെങ്കിൽ അത് ഡോർമെൻ്റ് ആയിട്ടിരിക്കും, പുറത്തു വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സ്വർണത്തിലുള്ള നിക്ഷേപം ഉൽപ്പാദനപരമല്ല എങ്കിൽ കൂടി ഇനി സ്വർണത്തിന് വില കുറഞ്ഞിരുന്നാൽ പോലും അത് സമ്പദ് വ്യവസ്ഥയിലേക്ക് വരണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒരു സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്ന് നമുക്ക് അതുകൊണ്ട് മാത്രം കരുതാൻ കഴിയില്ല. ഇപ്പോഴും 100 പവനും 50 പവനും ആഭരണങ്ങളായിട്ട് കല്യാണത്തിന് ഇട്ട് വരുന്ന ആളുകളുണ്ട്. ശരിക്കും ഇന്ന് 1 പവൻ സ്വർണം പണിക്കൂലിയും കഴിഞ്ഞ് കിട്ടണമെങ്കിൽ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ അതിൻ്റെ മേലെ കൊടുക്കണം എന്നുള്ളതാണ്. ശരിക്കും ഒരു അബദ്ധമല്ലേ ഈ ഇത്രയും സ്വർണം ഈ വിലയ്ക്ക് ആഭരണമായിട്ട് ബണ്ടിൽ, എന്തായാലും 100 പവൻ എന്ന് പറയുന്നത് ബണ്ടിൽ കണക്ക് മേടിക്കുന്ന പോലെയാണ്. അപ്പം അതൊരു അബദ്ധമല്ലേ? അല്ല, ശരിക്കും അത് നമ്മൾ അങ്ങനെ ഒരു പ്രാഥമിക വായന നടത്തിയാൽ അതിനകത്തൊരു അബദ്ധം നമുക്ക് തോന്നുമെങ്കിലും പൊതുവേ നമ്മളൊക്കെ തന്നെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വിവാഹം വരുമ്പോൾ നമ്മൾ സ്വർണ്ണം വാങ്ങും. പക്ഷെ അത് നമ്മളൊരു നിക്ഷേപം കൂടിയായിട്ടാണല്ലോ, ഒരു കരുതൽ എന്ന രീതിയിൽ കൂടിയാണല്ലോ മകളുടെ വിവാഹം നടക്കുന്നത്. പക്ഷേ ഈ പണിക്കൂലി അതൊരു പ്രശ്നമാണ്. ആ പണിക്കൂലിയും പിന്നീട് നല്ലൊരു പൈസ പണിക്കൂലിക്കായിട്ട് മാറ്റി ഇത്രയും അത് ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ മകളുടെ വിവാഹം നടക്കുന്ന സമയത്ത് ആഭരണത്തിനായി അധികം പണം ചെലവഴിക്കുന്നതിന് പകരം നമ്മളൊക്കെ പലരോടും പറയുകയൊക്കെ ചെയ്യുന്നത് ഗോൾഡ് കോയിൻസ് വാങ്ങാനാണ്. ഗോൾഡ് കോയിൻസ് അല്ലെങ്കിൽ ഗോൾഡ് ബാർ വാങ്ങുക. അപ്പോൾ മകളുടെ വിവാഹത്തിന് 100 പവൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 100 പവൻ്റെ ഗോൾഡ് കോയിൻ വാങ്ങി നൽകുക. അതല്ല എങ്കിൽ ഇപ്പോൾ ഈ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഉണ്ട്, ഗോൾഡ് ETF ഉണ്ട്. ആ ഗോൾഡ് ETFൻ്റെ ഫണ്ട് വാങ്ങിച്ചാൽ കൊടുത്താൽ മതി. അപ്പോൾ അതാകുമ്പോൾ പിന്നെ ഒന്നും പേടിക്കണ്ട. അപ്പം വിൽക്കുമ്പോൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് അതേ വിലയ്ക്ക് തന്നെ നമുക്ക് വിൽക്കാനും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തവരുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ ആഭരണമാണല്ലോ നമ്മൾ പൊതുവെ വാങ്ങുന്നത്. ഇപ്പം സ്നേഹ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പണിക്കുറവും പണിക്കൂലിയും ഒക്കെ നമുക്ക് കുറഞ്ഞു പോകും. മാത്രമല്ല ഇത് 22 കാരറ്റാണ്, 24 അല്ല. അപ്പോൾ സ്വാഭാവികമായും ആ അർത്ഥത്തിൽ ഇതിൻ്റെ വില കുറയും. അപ്പോൾ യഥാർത്ഥത്തിൽ അതല്ല ചെയ്യേണ്ടത്. അതിന് പകരം മകൾക്ക് കല്യാണം നടക്കുന്ന സമയത്ത് ആഭരണമൊക്കെ സ്വർണം കൊടുത്തു എന്നുള്ളത് വലിയ തെറ്റൊന്നും കാണേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സ്വത്തിൻ്റെ ഒരു വീതമാണല്ലോ മകൾക്ക് അല്ലെങ്കിൽ മകന് കൊടുക്കുന്നത്. പക്ഷേ അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഗോൾഡ് കോയിൻസ്, 24 ക്യാരറ്റ് ഗോൾഡ് കോയിൻ അല്ലെങ്കിൽ ഗോൾഡ് ബാറുകൾ നൽകുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് എങ്കിൽ പിന്നീട് അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ പണയം വെക്കാൻ ആവശ്യം വരുന്ന സമയത്ത് ഒരു കുറവും വരാതെ, ഒരു നഷ്ടവും വരാതെ അവർക്ക് ആ പണം തിരിച്ചു കിട്ടുന്ന സാഹചര്യമുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു പുതിയ മാർഗ്ഗമുണ്ട്. ആ പുതിയ മാർഗ്ഗം എന്ന് പറയുന്നത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളാണ്, മ്യൂച്വൽ ഫണ്ടുകളാണ്. ഈ മ്യൂച്വൽ ഫണ്ടുകൾ പൂർണ്ണമായും ഗോൾഡിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു യൂണിറ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 ഗ്രാം സ്വർണം വാങ്ങിയതിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് 100 പവൻ സ്വർണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ 100 യൂണിറ്റ്, പല രീതിയിലാണ് അവർ അതിനെ കാണുന്നത്. ആ 100 പവൻ സ്വർണത്തിന് തുല്യമായ തുകയ്ക്കുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അങ്ങ് വാങ്ങിയാൽ മതി. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ഗോൾഡ് ഇൻ ഡിജിറ്റൽ ഫോർമാറ്റ് ആൻഡ് ഓൾസോ ഇൻ പേപ്പർ ഫോം, അതാണ്. അപ്പം പത്രത്തിൻ്റെയോ ഡിജിറ്റൽ രൂപത്തിലോ ഉള്ള സ്വർണ്ണമാണത്. സ്വർണ്ണത്തിൽ തന്നെയാണ് നിക്ഷേപം. പക്ഷേ സ്വർണ്ണം നമ്മൾ വീട്ടിൽ വെക്കണ്ട. സ്വർണ്ണം ഈ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുകയോ അല്ലെങ്കിൽ അതൊരു പ്രത്യേക രീതിയിൽ അവർ സൂക്ഷിക്കുകയോ ചെയ്തോളൂ. അപ്പോൾ സ്വർണ്ണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ സ്വർണ്ണമുണ്ട്. പക്ഷേ നമ്മുടെ കടലാസേ ഉള്ളൂ. കടലാസ് പോലും വേണമെന്നില്ല, നമ്മുടെ ഡിജിറ്റൽ രൂപത്തിലാണ്. അതൊരു സുരക്ഷിത നിക്ഷേപ മാർഗ്ഗമാണ്. ഇപ്പോൾ ഗോൾഡിലേക്ക് പോകുമ്പോൾ ആഭരണം വാങ്ങുന്നതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഗോൾഡ് ETF ഒരു വലിയ സാധ്യതയാണ്. 1 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിൽ. ഏതാണ്ട് ഒരു 14-15 ഈ ഗോൾഡ് ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അവർ മാനേജ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് 1 ലക്ഷം കോടി രൂപയുടേതാണ്. പക്ഷേ ഇപ്പോൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു ഉയർന്ന മധ്യവർഗത്തിലും സമ്പന്ന വിഭാഗമൊക്കെയാണ് കൂടുതൽ ഈ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നത്. സാധാരണക്കാരിലേക്കും ഇടത്തരക്കാരിലേക്കൊക്കെ അത് എത്തുന്നത് യഥാർത്ഥത്തിൽ ഈ ആഭരണം വാങ്ങിക്കുന്നതിൽ നിന്നും ഉണ്ടാകുന്ന നഷ്ടം ഒഴിവാക്കാനും ആ രീതിയിൽ മുന്നോട്ട് പോകാനും സഹായിക്കും. നമ്മൾ സ്വർണം 22 ക്യാരറ്റ്, 18 ക്യാരറ്റ്, 24 ക്യാരറ്റ്,
ഇതിന്റെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഇത് ഇപ്പം അങ്ങനെ ഭാവിയിൽ ഇതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ യൂസേജ് ഉള്ളത്? ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊക്കെ 18 ക്യാരറ്റ് സ്വർണത്തിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. നൈസ് ആയിട്ടുള്ള മാല ഓർണമെന്റ്സ് ഒക്കെ മേടിച്ചിടുന്ന. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണ്? അത് യഥാർത്ഥത്തിൽ ഒരു ഫാഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ടാണ് കാണാനായിട്ട്. അതൊരു അത് നമുക്ക് അത് ഇൻവെസ്റ്റിന്റെ ഒരു നിക്ഷേപം എന്ന രീതിയിൽ അതിന് വലിയ ഒരു പ്രാധാന്യമില്ല. കാരണം അത് ക്യാരറ്റ് കുറയും തോറും ഈ സ്വർണം പിന്നീട് വിൽക്കുകയോ പണയം വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നാം ഉദ്ദേശിച്ച റേറ്റിന് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. റേറ്റിന് വലിയ ചിലപ്പോൾ ഒരു ഗ്രാമിന് നിൽക്കുന്നു. അതെ ചെറിയ വ്യത്യാസമേ ഉണ്ടാവുകയുള്ളൂ. 22 ക്യാരറ്റ് ആഭരണം വാങ്ങുന്നതും 18 ക്യാരറ്റ് ആഭരണം വാങ്ങുന്നതും വിലയൊക്കെ നമ്മൾ ഏതാണ്ട് ഒരേപോലെ കൊടുക്കേണ്ടി വരും. 8,000-9,000 റേഞ്ചിൽ തന്നെയാണ് ഇപ്പം 18 ക്യാരറ്റിന്റെ അതെ ശരിയാണ്, അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ഒരു നഷ്ടക്കച്ചവടം, അതൊരു നിക്ഷേപം എന്ന രീതിയിൽ സുരക്ഷിതമല്ല. അത് നമ്മുടെ ഫാഷനും നമ്മുടെ ഒരു എന്താ പറയുക ആഭരണത്തോടുള്ളൊരു ഇഷ്ടം കൊണ്ടും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ ഉണ്ടാകാൻ പറ്റൂ. അതിനുവേണ്ടി അത് പൈസ ചെലവഴിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. സ്വർണത്തിന് ഇങ്ങനെ വില കൂടുന്നുണ്ടെങ്കിലും സൈലന്റ് ആയിട്ട് നമ്മുടെ സിൽവറിനും അതെ തീർച്ചയായും സിൽവറിന് വലിയ രീതിയിലാണ് വില വർദ്ധിക്കുന്നത്. പക്ഷേ സിൽവറിൻ്റെ കാര്യത്തിൽ സിൽവർ ഈ ഗോൾഡിൻ്റെ ഒരു ആകർഷണീയതയോ ഒരു പ്രാധാന്യമോ സിൽവറിനില്ല. കാരണം നമുക്ക് എത്ര തന്നെയൊക്കെ ആയാലും ഈ സ്വർണത്തിന് നമുക്കറിയാം അത് നമുക്ക് ആഭരണമായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല സ്വർണത്തിൻ്റെ ലഭ്യതയുടെ കാര്യത്തിലാണ് ഒരു വലിയ പരിമിതിയുള്ളത്. വെള്ളി അങ്ങനെയല്ല. വെള്ളി കൂടുതൽ ലഭ്യമാണ്, സ്വർണം അങ്ങനെയല്ല. സ്വർണത്തിന്റെ ലഭ്യതയ്ക്ക് പരിമിതിയുണ്ട്. ആ വെള്ളിക്ക് വില കൂടുതലാണ്, സ്വർണത്തിന് അത്ര ഇല്ല. ഇപ്പൊ നമുക്ക് മേടിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിലയിലാണ് നിൽക്കുന്നത്. ഇതിനി മേടിച്ച് വെച്ചിട്ട് അത് നമുക്ക് ഭാവിയിൽ ഒരു അസറ്റായി മാറാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, അത് വെള്ളിക്ക് അങ്ങനെ ഒരു ഭാവിയിലേക്ക് ഈ രീതിയിലുള്ള ഒരു സുരക്ഷിത സാധ്യത കുറവാണ്. കാരണം വെള്ളിയുടെ ലഭ്യത കൂടുതലാണ്, സ്വർണത്തിന് ലഭ്യതയാണ് കുറവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ വിലയായിരിക്കും ഇങ്ങനെ ഒരു സ്റ്റേബിളായിട്ട് ഒരു സുസ്ഥിരം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായ രീതിയിൽ തുടരാൻ സാധ്യത സ്വർണം തന്നെയാണ്. മാത്രവുമല്ല ഈ ലോകത്തിലെ കേന്ദ്ര ബാങ്കുകളുണ്ടല്ലോ, കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങുക എന്ന് പറഞ്ഞാൽ ടൺ കണക്കിന് സ്വർണ്ണം വാങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ വർഷം ഏതാണ്ട് 4.3 ടൺ സ്വർണ്ണമാണ് വാങ്ങിയത്. കഴിഞ്ഞ വർഷം ഇത് 24 ടണ്ണായിരുന്നു. അപ്പം ലോകത്തിലെ കേന്ദ്ര ബാങ്കുകളെല്ലാം ടൺ കണക്കിന് സ്വർണ്ണം വാങ്ങുന്നത്. പക്ഷേ ആ രീതിയിൽ അവർ വെള്ളിക്ക് പരിഗണന കൊടുക്കുന്നില്ല. അപ്പോൾ കേന്ദ്ര ബാങ്കുകളൊക്കെ അത്രയും വാങ്ങുന്നത് കൊണ്ട് ഒരു സ്വർണത്തിനാണ് ഡിമാൻഡ് കൂടുതൽ. അപ്പോൾ സ്വർണത്തിൻ്റെ വിലയായിരിക്കും ഈ രീതിയിൽ ഒരു സുസ്ഥിരമായ നിലയിൽ മുന്നോട്ട് പോകും. വെള്ളിയിൽ അധികം സ്വർണം നൽകുന്ന അത്രയും ഒരു സുസ്ഥിരമോ സുരക്ഷിതമോ ആയിട്ടുള്ള ഒരു നിക്ഷേപ മാർഗമല്ല വെള്ളി എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും ഈ വർഷം സ്റ്റാർട്ടിങ്ങിലാണ് 50,000-ന് മുകളിലേക്ക് സ്വർണം പോകുന്നത്. 50,000 ആയി സ്വർണത്തിന് നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ അധികം കാലം വേണ്ടി വന്നില്ല അത് 1,00,000-ലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്തായാലും അതിൻ്റെതായ നല്ല വശങ്ങളും മോശം വശങ്ങളൊക്കെ ഉണ്ട് സ്വർണത്തിന്റെ വില കൂടുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്താണ് സ്വർണ്ണ വിപണിയിൽ സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളത്. എന്തായാലും ഞങ്ങൾക്ക് ഇത്രയും ഇൻഫർമേഷൻ പാസ് ചെയ്തതിന് സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.